السلام عليكم ورحمة الله وبركاته. الحمد لله والصلاة والسلام على أشرف رسول الله وعلى آله وأصحابه الفائزين رضي الله أما بعد. عن أبي ذر رضي الله عنه قال إن داود النبي صلى الله عليه وسلم قال إلهي ما لعبادك عليك إذا هم زاروك في بيتك. قال لكل زائر حق على المزور حقا يا داود إن لهم علي أن أعافيهم في الدنيا وأغفر لهم إذا لقيتهم. رواه الطبراني. സഹാബി പ്രമുഖനായ അബൂദർ അൽ-ഗിഫാരി റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്യുകയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അരുളുന്നു, അള്ളാഹുവിനോട് മഹാനായ ദാവൂദ് അലൈഹിസ്സലാം ചോദിച്ചു, ഇലാഹി മാലി അബ്ദിക അലൈക ഇദാഹും സാറൂക ഫീ ബൈതിക. നിന്റെ വിശുദ്ധമായ ഭവനത്തിൽ സന്ദർശനം നടത്തുന്ന നിന്റെ അടിമകൾക്ക്, വിശുദ്ധ കഅബാലയത്തിൽ സന്ദർശനം നടത്തുന്ന നിന്റെ അടിമകൾക്ക് എന്താണ് നീ നൽകുന്നത്? ഖാൽ, അപ്പോൾ അല്ലാഹു പറഞ്ഞു, ലികുല്ലി സായിരിൻ ഹഖ്ഖുൻ അലൽ മസൂരി ഹഖ്ഖൻ യാ ദാവൂദ്. എല്ലാ സന്ദർശകർക്കും സന്ദർശിക്കപ്പെടുന്ന വ്യക്തിയിൽ നിന്ന്, ആതിഥേയനിൽ നിന്ന് ചില കടപ്പാടുകൾ, ചില അവകാശങ്ങളുണ്ട്. യാ ദാവൂദേ, ഇന്നലഹും അലയ്യ അൻ ഉആഫിയഹും ഫിദ്ദുനിയ. ഞാൻ അവർക്ക് നൽകുന്ന, എന്നെ സന്ദർശിക്കുന്ന, എൻ്റെ വിശുദ്ധ ഭവനമായ കഅബയെ സന്ദർശിക്കുന്ന അവർക്ക് ഞാൻ നൽകുന്നത്, ദുനിയാവിൽ അവർക്ക് ആശ്വാസം നൽകും, സുഖം നൽകും. വഅഗ്ഫിറ ലഹും ഇദാ ലഖീതുഹും. നാളെ പരലോകത്ത് അവരെ കണ്ടുമുട്ടുമ്പോൾ അവരുടെ പാപങ്ങൾ ഒക്കെ പൊറുക്കുകയും ചെയ്യും. അള്ളാഹുവിൻ്റെ വിശുദ്ധ കഅബാലയത്തിലേക്ക് ഹജ്ജിനോ ഉംറക്കോ തവാഫിനോ മറ്റു പുണ്യകർമ്മങ്ങൾക്കോ സന്ദർശനം നടത്തുന്നവർക്ക് അള്ളാഹു ദുനിയാവിൽ സുഖം നൽകുകയും പരലോകത്ത് മഗ്ഫിറത്ത് നൽകുകയും ചെയ്യുമെന്ന് ഈ ഹദീസിലൂടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നു. വഫഖനാ അല്ലാഹ്.